അതിർത്തികൾ സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നില്ല, ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാനമായും IRGCയുടെ ലക്ഷ്യം. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിക വിപ്ലവത്തിനെതിരെ പ്രവർത്തിക്കാനും ലക്ഷ്യമിടുന്ന ഘടകങ്ങളെയും പ്രവണതകളെയും ചെറുക്കുന്നതിന് IRGCക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് അതിന്റെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. എന്നാലും 8 വർഷം നീണ്ടുനിന്ന ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ IRGC ഇറാനിയൻ സൈന്യത്തോടൊപ്പം നിന്നു. ചില സന്ദർഭങ്ങളിൽ പ്രൊഫഷണൽ സൈന്യത്തെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ ഇറാനിയൻ പൊതുജനങ്ങളുടെ കണ്ണിൽ നിയമസാധുത നേടി. ഇറാൻ-ഇറാഖ് യുദ്ധം IRGC കൂടുതൽ പരമ്പരാഗത പോരാട്ട സേനയാക്കി. പാശ്ചാത്യ സൈന്യങ്ങളുടേതിന് സമാനമായ ഒരു കമാൻഡ് ഘടനയായിരുന്നു അത്. ഇപ്പോൾ വളരെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട IRGC ഇറാന്റെ സാധാരണ സായുധ സേനയ്ക്ക് സമാന്തരമായി തുടർന്നു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പ്രകാരം 1,90,000-ലധികം സൈനികർ അവരുടെ നിയന്ത്രണത്തിലുണ്ട്. മൊത്തത്തിൽ IRGCയിൽ വിവിധ ഡിവിഷനുകളിലെ ഏകദേശം 1,25,000 അംഗങ്ങളാണുള്ളത്. ഏകദേശം 15,000 പേരടങ്ങുന്ന IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സ് ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷികൾ നിയന്ത്രിക്കുന്നു. പേർഷ്യൻ ഗൾഫിലെയും ഹോർമൂസ് കടലിടുക്കിലെയും വെള്ളത്തിൽ തന്ത്രപരമായ സമുദ്ര പ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ഏകദേശം 20,000-ഓളം ഉദ്യോഗസ്ഥർ IRGC നാവികസേനയിലുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ രൂപം കൊണ്ട ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന സംഘടന ഇന്ന് ഒരു സൈനിക വിഭാഗം എന്ന പരിധിയെ മറികടന്ന ശക്തി കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും സൈന്യം രാഷ്ട്രത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം മാത്രമായി നിലകൊള്ളുമ്പോൾ ഇറാനിൽ IRGC അതിലുപരി ഒരു രാഷ്ട്രീയ ശക്തി, സാമ്പത്തിക കേന്ദ്രം, ആശയപരമായ രക്ഷാകവചം, പ്രാദേശിക സ്വാധീന യന്ത്രം, ഭരണകൂടത്തിന്റെ സ്ഥിരത ഉറപ്പാക്കുന്ന സുരക്ഷാ ഘടന എന്നിവയുടെ ഭാഗമാണ്. IRGC മനസ്സിലാക്കിയാൽ ഇറാനെ മനസ്സിലാക്കാം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പുതിയ ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അധികാരം നിലനിർത്തുക എന്നത് തന്നെയായിരുന്നു. പഴയ ഭരണ സംവിധാനത്തിന്റെ അവശിഷ്ടങ്ങൾ, ആഭ്യന്തര പ്രതിപക്ഷം, വിദേശ ഇടപെടൽ ഭീഷണി, ആശയപരമായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ചേർന്ന സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക സേനയുടെ ആവശ്യം വന്നത്. അങ്ങനെയാണ് IRGC രൂപം കൊണ്ടത്. തുടക്കത്തിൽ ഇത് പതിവ് സൈന്യം പോലെ തന്നെ സമാന്തരമായ ഒരു സേനയായിരുന്നുവെങ്കിലും പിന്നീട് രാജ്യത്തിന്റെ ഏറ്റവും വിശ്വസ്ത സ്ഥാപനമായി മാറി. 1980 ആരംഭിച്ച ഇറാൻ-ഇറാഖ് യുദ്ധം IRGCയുടെ വളർച്ചയിൽ നിർണായക ഘടകമായി. ദീർഘകാല യുദ്ധം ഒരു രാജ്യത്തിന്റെ സൈനിക സംവിധാനങ്ങളെ മാത്രമല്ല മാറ്റുന്നത്, അതിന്റെ രാഷ്ട്രീയ മനഃശാസ്ത്രത്തെയും സാമ്പത്തിക ഘടനയും പുനർനിർമ്മിക്കുകയാണ്. യുദ്ധകാലത്ത് IRGCക്ക് ലഭിച്ച അധികാരം, വിഭവങ്ങൾ, യുദ്ധാനുഭവം, ജനകീയ പ്രചാരം എന്നിവ സംഘടനയെ വേഗത്തിൽ വളർത്തി. യുദ്ധാനന്തരം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പോൾ അതിന്റെ സ്വാധീനം സൈനിക രംഗത്ത് മാത്രം ഒതുങ്ങാതെ സാമ്പത്തിക മേഖലയിലേക്കും വ്യാപിച്ചു. IRGCയുടെ പ്രത്യേകത അതുതന്നെയാണ്. തോക്കിന്റെയും ടാങ്കിന്റെയും ശക്തി മാത്രമല്ല, പണത്തിന്റെയും കരാറുകളുടെയും ശക്തിയും കൈവശം വെച്ചിരിക്കുന്ന സംഘടനയാണ് IRGC. ഇറാനിലെ വലിയ നിർമ്മാണ പദ്ധതികൾ, ഇൻഫ്രാസ്ട്രക്ചർ വികസനം, റോഡുകൾ, റെയിൽവേ, എണ്ണവാതക പദ്ധതികൾ, വ്യവസായ സമുച്ചയങ്ങൾ തുടങ്ങി പല മേഖലകളിലും IRGCയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നിർണായക സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഖത്തം അൽ അനബിയ കൺസ്ട്രക്ഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന സംഘടന രാജ്യത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് നിർമ്മാണ കൂട്ടായ്മകളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനായി ആരംഭിച്ച ഈ സ്ഥാപനമാണ് പിന്നീട് $1 ബില്യൺ മൂല്യമുള്ള പദ്ധതി കേന്ദ്രമായത്. സാമ്പത്തിക നിയന്ത്രണത്തിന്റെ മറ്റൊരു തൂണാണ് ബോധ്യാടുകൾ എന്നറിയപ്പെടുന്ന പാരാസ്റ്റാൽ ഫൗണ്ടേഷനുകൾ. ഔദ്യോഗികമായി ഇവ ദാന സ്ഥാപനങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ കാലക്രമേണ ഇവ വ്യാപാര, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖനനം, ഉൽപാദനം, കൃഷി, സേവന മേഖലകൾ എന്നിവയിൽ വമ്പൻ ആസ്തികൾ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളായി വളർന്നു. IRGCയുമായി നേരിട്ടോ പരോക്ഷമായോ ബന്ധമുള്ള സാമ്പത്തിക ശൃംഖലകൾ ഭരണകൂടത്തിന് ഔദ്യോഗിക ബജറ്റിന് പുറത്തുള്ള സാമ്പത്തിക കരുത്ത് നൽകുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത. ഇതിലൂടെ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുന്നു. സർക്കാർ ഔദ്യോഗികമായി നടത്തുന്ന വരുമാന ചെലവ്, അതിനൊപ്പം മറ്റൊരു ശക്തമായ സാമ്പത്തിക സംവിധാനം ഇറാനിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പ്രയോജനം ഭരണകൂടത്തിന് വ്യക്തമാണ്. ഉപരോധങ്ങൾക്കിടയിലും ധനസ്രോതസ്സുകൾ അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടെത്താം. വിശ്വസ്ത വിഭാഗങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകാം. നിർണായക മേഖലകളിൽ നിയന്ത്രണം നിലനിർത്താം. എന്നാൽ മറുവശത്ത് ഇത് സ്വകാര്യ മേഖലയെ ദുർബലപ്പെടുത്തുകയും അവകാശം കുറയ്ക്കുകയും സാമ്പത്തിക സുതാര്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. IRGCയുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് എണ്ണവാതക മേഖലയിലാണ്. ഇറാന്റെ പ്രധാന വിദേശ നാണ്യ വരുമാന മാർഗം എണ്ണ കയറ്റുമതിയാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ശക്തമായ സാഹചര്യത്തിലും എണ്ണ വിൽപ്പന തുടരാൻ ഇറാൻ സ്വീകരിച്ച പല വഴികളിലും IRGCയുടെ പങ്കിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്കുള്ള ചരക്കുമാറ്റം, ഇടനിലക്കാരുടെ ഉപയോഗം, ചരക്കുകളുടെ ഉത്ഭവസ്ഥാനം മറയ്ക്കൽ, ധന ഇടപാടുകൾ, ഷാഡോ ഷിപ്പിംഗ് നെറ്റ്വർക്കുകൾ ഇതെല്ലാം ഉപരോധ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി മാറി. ഇതിന്റെ കടൽ സംബന്ധമായ വശം പറയുകയാണെങ്കിൽ അത് കൂടുതൽ നിർണായകമാണ്. പേർഷ്യൻ ഗൾഫും ഹോർമൂസ് കടലെടുക്കും ലോകത്തിലെ പ്രധാന ഊർജ്ജ ഇടനാഴികളാണ്. ആഗോള ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം ഈ ജലപാതയിലൂടെ കടന്നുപോകുന്നു. ഇവിടെ നാവികസേനയ്ക്ക് സാന്നിധ്യമുണ്ട്. വേഗമേറിയ ബോട്ടുകൾ, കടൽ യുദ്ധതന്ത്രങ്ങൾ, മൈനുകൾ, തീരപ്രതിരോധ മിസൈലുകൾ, ഡ്രോൺ നിരീക്ഷണം തുടങ്ങിയ രീതികളിലൂടെ വലിയ നാവിക ശക്തികൾക്ക് പോലും വെല്ലുവിളി ഉയർത്താനുള്ള കഴിവാണ് അവർ വികസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹോർമൂസിലെ ഓരോ സംഘർഷ സൂചനയും ലോക വിപണികളെ ബാധിക്കുന്നത്. സൈനിക ഘടനയുടെ കാര്യത്തിൽ IRGC അതുകൊണ്ട് തന്നെ ഒരു ബഹുമുഖ സംവിധാനമാണ്. എല്ലാ കാര്യത്തിലും
കാര്യത്തിലും IRGC ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇറാന്റെ മിസൈൽ, ഡ്രോൺ, റോക്കറ്റ് ശേഷികളുടെ കേന്ദ്രമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാൻ വികസിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. അവയുടെ നിയന്ത്രണത്തിലും വിന്യാസത്തിലും IRGC പ്രധാന പങ്ക് വഹിക്കുന്നു. അന്തർദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ഖുദ്സ് ഫോഴ്സ് ആണ്. ഇറാന്റെ അതിർത്തികൾക്കപ്പുറം സ്വാധീനം വ്യാപിക്കുന്ന പ്രധാന ഉപാധി ഇതാണ്. ലബനനിലെ ഹിസ്ബുള്ള, പലസ്തീനിലെ ഹമാസ്, യമനിലെ അൻസാർ അള്ളാഹ്, ഇറാഖിലെ വിവിധ ഷിയ സായുധ സംഘടനകൾ എന്നിവയുമായി ബന്ധം നിലനിർത്തുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഖുദ്സ് ഫോഴ്സ് ആണ്. ഇതിലൂടെ ഇറാൻ നേരിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല, പ്രാദേശിക സംഘർഷങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് നേടുന്നു. ഇത് പ്രോക്സി നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്ന സുരക്ഷാ മാതൃകയാണ്. ഒരു രാജ്യം സ്വന്തം സൈന്യത്തെ അയക്കാതെ സഖ്യ സംഘങ്ങളിലൂടെ സ്വാധീനം ചെലുത്തുന്നു. ഈ മാതൃക ഇറാനെ പല മുന്നണികളിൽ ഒരേ സമയം സജീവമാക്കുന്നു. ഒരു ഭാഗത്ത് രാഷ്ട്രീയ സമ്മർദ്ദം, മറ്റൊരിടത്ത് സുരക്ഷാ പിന്തുണ, മറ്റൊരു മേഖലയിലെ സൈനിക ഭീഷണി, ഇങ്ങനെ ബഹുസ്തര തന്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അമേരിക്ക, ഇസ്രയേൽ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ IRGCയെ പ്രധാന ഭീഷണിയായി കാണുന്നതിന് ഇതും ഒരു കാരണമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.